ഗുരുദർശന വിചാര കേന്ദ്രത്തിലെ ഇന്നത്തെ വായനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതം കഠിനതരമായിരിക്കുന്ന ഒരു കാലത്ത് ആ ജീവിതത്തെ ലളിതമാക്കി തീർത്ത് സുഗമമായ ജീവിതയാത്ര തുടരുന്നതിന് ആത്മോപദേശ ശതകം നൽകുന്ന വിവേകം വളരെ വളരെ വലുതാണ്. ആ വലിയ വിവേകത്തിലേക്ക് പോകാൻ നമുക്ക് 71-ാമത്തെ ഖണ്ഡത്തെ പരിശോധിക്കാം. അതിപ്രകാരമാകുന്നു: പരമൊരു വിണ്ണു പരന്ന ശക്തി കാറ്റാമറിവനലൻ ജലക്ഷ്മി ഇന്ദ്രിയാർത്ഥം ധരണിയിൽ ഇതിനിങ്ങനെ 5 തത്വമായി നിന്നെരിയുമിതിൻ്റെ രഹസ്യമേകമാകും. 5 തത്വങ്ങളാണ് നിന്ന് നമുക്ക് മുന്നിൽ വിളക്ക് പോലെ എരിയുന്നത്. പക്ഷെ ആ 5 തത്വങ്ങളുടെ രഹസ്യമുണ്ടല്ലോ, അതേകമാണ്, ഒന്നാണ്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴുവും നരസുരരാദിയുമില്ല നാമരൂപം. മരിവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടേണം. പൊരുളല്ലതോർത്തിടണം. എന്തിനാ പൊരുള്? നമ്മുടെ മുൻപിൽ കാണപ്പെടുന്നതിൻ്റെ എല്ലാം പൊരുൾ എന്ന് നമുക്ക് തോന്നുന്നത് വാസ്തവത്തിൽ പൊരുളല്ല. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അസത്യമായയുടെ ഒരു കാഴ്ചയാണ് നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭ്രമത്തിൽ നിന്ന് കരയേറാൻ എന്താ മാർഗം? ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യ ക്ഷണം അതിലിൽ ഇപ്പത്തെ പ്രകാരം ഹനനവും ഇങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. ജനന മരണങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചിത്പ്രഭാവമാണ്. അങ്ങനെ ഒന്നില്ല എന്ന് മനസ്സിലാക്കണം. ജനിച്ച് മരിച്ച് ജനിച്ച് യാത്ര പോകുന്നു എന്ന് തെറ്റുധരിച്ചിട്ടാണ് പോകുന്നത്. അതിന് കാരണം ചിത്പ്രഭാവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതിലയമൊരു ദിക്കിലൊത്തുവാഴും. സ്ഥിതി ഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയം എവിടെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്? ഒരു വലിയ ചോദ്യമാണ് അത്. അതുകൊണ്ട് ഗതീവ മൂന്നിനുമെങ്ങുമില്ലതോർത്താൽ ക്ഷിതി മുതലായവ ഗീരു മാത്രമാകും. ഭൂമി മുതലായവ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വാക്കുകളാണ്. എല്ലാം വാക്കുകളായി നിലകൊള്ളുന്നു. വാക്കുകൾക്കപ്പുറം എന്താണ് എന്ന അന്വേഷണമാണ് ആത്മോപദേശ ശതകം ചെയ്യുന്നത്. പ്രകൃതി പിരിഞ്ഞൊരു കുറുഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹപരമായൊരു കൂറിദന്തയാലെ വികസിതമാമിതു ഭോഗ്യവിശ്വമാകും. അങ്ങനെ നമുക്ക് ഭോഗ്യമായ ഒരു വിശ്വത്തെ പ്രകൃതി ചമച്ചു തന്നിരിക്കുകയാണ് എന്നാണ് 81-ാമത്തെ ഖണ്ഡത്തിലൂടെ മഹാകവിയായ മഹാഗുരു, കവികളുടെ കവിയായ മഹാഗുരു നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഓർമ്മപ്പെടുത്തലിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട്, മറ്റാരുടെയും ബുദ്ധി എടുത്തുകൂടാ, നമുക്ക് കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ഗുണമെന്ന് ചോദിച്ചാലോ, ശാന്തി തന്നെയാണ്. ആ ശാന്തിയിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അശാന്തി എന്നൊന്നും ഉണ്ടാവില്ല. അശാന്തി എന്നൊന്നും ഇല്ലാത്തത് കൊണ്ട്
മനപ്രയാസങ്ങളില്ല, ഹൃദയപ്രകാശങ്ങളില്ല, നോക്കൂ, ആത്മപ്രയാസങ്ങളില്ല. ഈ പ്രയാസങ്ങളെല്ലാം അറ്റുപോയ മനുഷ്യനാണ് നന്നായ മനുഷ്യൻ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. മനസ്സമാധാനവും മനഃശാന്തിയും ലഭിക്കുവാൻ, ആത്മശാന്തിയും ലഭിക്കുവാൻ നിരന്തരമായ പാരായണമല്ലാതെ, വായനയല്ലാതെ, അതിൽ നിന്ന് കിട്ടുന്ന ഊർജമല്ലാതെ മറ്റു മാർഗമില്ലെന്നും ഇവിടെ പറഞ്ഞിരിക്കാൻ ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിച്ച് എനിക്ക് പോകാൻ സമയമായി. വീണ്ടും നാളെ ഇതുപോലെ കാണുന്നത് വരേക്ക് യാത്ര പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും ശുഭമുണ്ടാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയിൽ നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ. നന്ദി, നമസ്കാരം.